നമുക്ക് വളരെ എളുപ്പത്തിലൊരു കപ്പക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു കപ്പ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്തു. ഇനി ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. ചതച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ സവാളയ്ക്ക് പകരം ഉള്ളി തന്നെ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റിന് നല്ലത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എരിവിനാവശ്യമായിട്ട് പച്ചമുളക് മാത്രം ചേർത്താൽ മതി. ആ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഴുവനും കപ്പയും ചേർത്ത് കൊടുത്തു. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കപ്പയെല്ലാം വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.